ഇത് 6-ാം നൂറ്റാണ്ടിലെ പച്ച വൈറസ് ആണെങ്കിലും ഇല്ലാതെയാക്കും ഞൊടിയിടയിൽ. നിങ്ങളും ട്രൈ ചെയ്യൂ, യഥാർത്ഥ സമാധാനം തിരിച്ചറിയൂ. ഇസ്ലാം മത വിശ്വാസി. ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം വായിച്ചിട്ടുണ്ട്. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അറിയില്ലേ? പറഞ്ഞോളൂ. ഹാർപ്പിക് മുഹമ്മദ്. ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് കണ്ടിട്ടുണ്ടോ അങ്ങ് പൂട്ടില്ലേ? ഈ ഹാർപ്പിക് എന്ന് പറയുന്നത് എന്താ സംഭവം? എനിക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഈ ഹാർപ്പിക് പച്ച വൈറസിനെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രത്യേക തരം ലായനിയാണ്. What the bloody nonsense are you talking about? ഇത് 6-ാം നൂറ്റാണ്ടിലെ പച്ച വൈറസ് ആണെങ്കിലും ഇല്ലാതെയാക്കും ഞൊടിയിടയിൽ. നിങ്ങളും ട്രൈ ചെയ്യൂ, യഥാർത്ഥ സമാധാനം തിരിച്ചറിയൂ. തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. ഈ ഒരു ബഹുമാനത്തോട് ചോദിക്കട്ടെ, താങ്കളുടെ ഫാദറിന്റെ പേരെന്ന് പറയൂ. നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. പാതറൊക്കെ അവിടെ കേട്ടെ. എന്ത് പറ്റി? ഇന്റലക്ച്വൽ ആകാനുള്ള ശ്രമമാണ്. തൗഹീദിനെ കുറിച്ച് എന്താ അറിയണ്ടെന്ന് ചോദിക്കൂ. തൗഹീദ് അല്ല എന്റെ വിഷയം. പിന്നെന്താ? എന്റെ വാപ്പയാണോ? എന്റെ വാപ്പ നിങ്ങളുടെ വാപ്പ? മരണപ്പെടുവോ? ആരായാലും മരിക്കും. മുഹമ്മദ് നബി വരെ ചത്തു, പിന്നെയാണ് ഞാനും ചാവും. അതങ്ങനെ പറയരുത്. ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും ചത്ത് കുഴിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ബഹുമാനിക്കണം എന്നാ പറയാ. എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ പറയും. പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? നിങ്ങളാരാ? താനാരാ? എന്താ നിന്റെ പ്ലാൻ? ചോദിച്ചത് കേട്ടില്ലേ? അതായത് ഒരു മയ്യത്ത് മുന്നിൽ കൂടെ, താങ്കളുടെ മുന്നിൽ കൂടെ പോയാൽ താങ്കൾ എഴുന്നേറ്റ് അതിനെ ബഹുമാനിക്കും. ഇതാണ് താങ്കൾ പറഞ്ഞത്? ബഹുമാനിക്കണം. ബഹുമാനിക്കും. ഒസാമ ബിൻ ലാദനെ നിങ്ങൾക്ക് അറിയില്ലേ? നേരിട്ട് എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഒസാമ ബിൻ ലാദൻ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയപ്പെടുന്നു. പറയപ്പെടേ അല്ലേ? ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിയിട്ട് പറയാം. അത് പറയപ്പെടുന്നു. അത് നമുക്ക് വ്യക്തമായി തെളിവൊന്നുമില്ലല്ലോ. കുറുക്കൻ കൂവി. താങ്കൾ പറഞ്ഞത് മയ്യത്ത് കണ്ട എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണമെന്ന്. ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് കണ്ടാൽ താങ്കൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുമോ? അടിക്കും. നീ ഗോവിന്ദച്ചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കുമോ? ഗോവിന്ദച്ചാമിയാണോ? സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആളാണ്. അറിയില്ലേ? പറയപ്പെടേ. ജയിലിൽ അവിടെ ഉണ്ടെന്ന് കിടക്കാണ്. അതറിയില്ല. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര. ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്നല്ല, ആ ചെയ്ത വ്യക്തിയുടെ ജീവനില്ലാത്ത ശരീരം നമ്മുടെ മുമ്പ് കൂടെ പോകുമ്പം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനുള്ള ഒറ്റൊരു കഴിവില്ലേ, അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നിങ്ങൾ ഒസാമ ബിൻ ലാദനെ ബഹുമാനിക്കും, അജ്മൽ കസമിനെ ബഹുമാനിക്കും, ഗോവിന്ദച്ചാമിനെ ബഹുമാനിക്കും. അതല്ലേ പറഞ്ഞു വന്നേ? ഗോവിന്ദച്ചാമിയാണ് നിൽക്കട്ടെ. എന്താ ഗോവിന്ദച്ചാമിക്ക് എന്താ പ്രശ്നം? ഗോവിന്ദച്ചാമിക്ക് എന്താ കൊമ്പുണ്ടോ? ഗോവിന്ദച്ചാമി കൊമ്പില്ല. പക്ഷെ ഗോവിന്ദച്ചാമിക്കോയ കാര്യം പറയും. എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി അവിടെ നിൽക്കട്ടെ എന്ന് പറയണത്? ഗോവിന്ദച്ചാമി മരിച്ചെന്ന് ഞാൻ സല്യൂട്ട് അടിക്കും. ഗോവിന്ദച്ചാമിന്റെ ആത്മാവ് പോയിട്ട് ഗോവിന്ദച്ചാമിന്റെ പച്ചായ ആത്മാവ് പോയിട്ടുള്ള ശരീരം മാത്രമാണ് വരുന്നത്. എന്താ ഷൈട്ടോ പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അമ്പാനെ ഗോവിന്ദച്ചാമിനെ വിട്ടുപിടിക്ക്. ഒന്നാ ഒസാമ ബിൻ ലാദനെ പിടിക്കേ. പറയുന്ന അപ്പൊ ഒന്നാ ഒസാമ ബിൻ ലാദനെ പിടിക്കേ. നിങ്ങൾ സദ്ദാം ഹുസൈനെ പിടിച്ചോളി. താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ. അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ. അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് പലസ്തീനികളെ കൊന്നു തള്ളിയ ഈ സദ്ദാം ഹുസൈൻ ചത്താൽ അയാളുടെ മയ്യത്തിനെ നിങ്ങൾ ബഹുമാനിക്കുമോ? ബഹുമാനിക്കും. ഹിറ്റ്ലറെ നിങ്ങൾ ബഹുമാനിക്കുമോ? ബഹുമാനിക്കും. ഹിറ്റ്ലറെ ബഹുമാനിക്കും. ഇസ്ലാമിനെ പറ്റി പഠിച്ച ഒരാള് എങ്ങനെ മമ്മദ് എന്ന് പറയാ? കണ്ടം വെച്ചൊരു കോട്ടാണ് മമ്മദ് കാക്കാന്റെ കോട്ടാണ്. പാട്ട് കേട്ടിട്ടില്ലേ? അവിടെ മമ്മദ് ആരാണ്? ചാമിയുടെ മയ്യത്ത് കാണുമ്പോൾ നിങ്ങൾ സല്യൂട്ട് അടിക്കുമല്ലേ?
ഗോവിന്ദസ്വാമിന്റെ അണ്ടി അത് ഞാൻ പറയൂ. നിങ്ങളിപ്പോ വിട്ടുപിടിക്കാത്ത സാധനം എന്താ അറിയോ? നിങ്ങളിപ്പോ ഗോവിന്ദസ്വാമിനെ മാത്രം നിങ്ങൾക്ക് ടാർഗറ്റ് എന്താ ഗോവിന്ദച്ചാമിനെ എത്ര നിങ്ങളാണോ ഗോവിന്ദച്ചാമി? ഞാനാണ് ഗോവിന്ദസ്വാമി. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നിങ്ങള് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ പലരെയും നിങ്ങൾ ഇങ്ങനെ തെറിയെല്ലാം വിളിക്കും, പക്ഷെ അവരെല്ലാം മരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കും. അതാണോ നിങ്ങൾ പറയുന്നത്? എല്ലാവർക്കും സല്യൂട്ട്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നമ്മൾ ഈ പറയുന്ന ചർച്ചയിൽ ഈ ഗോവിന്ദസ്വാമി എങ്ങനെ വന്ന് എന്ന് വ്യക്തമായിട്ട് ആരിഫ് ഭായിക്ക് അറിയാം. അറിയില്ല, ഒന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ A to Z 3 പിടിക്കും. എന്താണ് ക്ഷമിക്കണം, കാഥികന് തെറ്റിപ്പോയതാണ്. ഇല്ല, ഈ ആരിഫ് ഭായി പിടിക്കുന്ന ഒരേ ഒരു വൈബാ. എനിക്കതേ അറിയുള്ളൂ. കൂട്ടിട്ട് കത്തിച്ചാണ്. യുദ്ധം ഞാൻ തുടങ്ങിയാൽ നമുക്ക് ആറ്റംബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. ഇതുവരെ ഇത്രയും നേരം സംസാരിച്ചില്ലേ? അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ പറഞ്ഞ ആരെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, പക്ഷേങ്കിൽ മേ ബി എനിക്ക് നിങ്ങളുടെ ഈ ചാനലൊക്കെ കാണുമ്പോ എനിക്ക് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഡോണ്ട് വറി, ഐ ലൈക്ക് യു. ഐ ലവ് യു ടു. ഐ ലവ് യു ടു. പിന്നെ ലൈവില് വന്ന് ഞാൻ ചെറിയ സാധനം എടുത്തോട്ടെ. എന്ത് സാധനം? ഒരാളെ സൗണ്ടാ എടുത്തോട്ടെ. എടുക്ക, നോക്കാം. ദുൽഖറിന്റെ കേട്ടോ. ഞങ്ങളൊക്കെ തെരുവറ്റേടാ, തെരുവില് ഞങ്ങളൊക്കെ ഒറ്റ കെട്ടാടാ, മട്ടിപ്പാടാ, അതിന് ഉറപ്പിലടാ, ഇതൊക്കെ കെട്ടിപ്പോയി ചോരയിലാടാ, ഗംഗയുടെയൊക്കെ കട്ട ചോരയില്, ചോരക്ക് ചോര വിളി കേൾക്കടാ. ഓക്കെ, വെരി ഗുഡ്. അത് പൊളിച്ചു. അപ്പൊ മറ്റൊന്നും കൂടി ഒന്ന് പറയോ? നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. അതും കൂടി ഒന്ന് പറയോ? നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. ഞാൻ ചെയ്യില്ല, ആരെ കൊണ്ട് ചെയ്യിക്കില്ല. അമ്പാനെ അതാണ്